ഹലോ എവ്രിവൺ. ഇന്നെന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞങ്ങളുടെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോയൊരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി അവൻ്റെ വീട്ടുകാർക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ബൊക്കെയൊക്കെ കളക്ട് ചെയ്ത് നല്ല അടിപൊളി പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോയി. ഞാനും അഖിലും കൂടിയിട്ടാണ് പോയത്. ഞങ്ങളുടെ പ്രിൻ്റ് ഔട്ട് കണ്ട് അവനും അവൻ്റെ ഫ്രണ്ടും ഞെട്ടിത്തരിച്ചു പോയി. കാരണം അവനിങ്ങനെ ഒരു പേരുള്ളത് പോലും അവൻ്റെ ഫ്രണ്ടിന് അറിയണ്ടായിരുന്നില്ല. ആക്ച്വലി അതിൽ പ്രിൻ്റ് ചെയ്തേക്കുന്ന അവൻ്റെ വീടിൻ്റെ അവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. എന്തായാലും അവനെ കണ്ടതിൽ ഞങ്ങളെല്ലാം ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി നേരെ ഡെക്കാതലോണിൽ പോയി. അത് കഴിഞ്ഞ് അവിടെ നേരെ ഹൈലൈറ്റ് മാളിൽ പോയി. ഞങ്ങൾക്ക് ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു. അവൻ വന്നതല്ല, അപ്പോൾ അവന് വേണ്ട എസെൻഷ്യലൊക്കെ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അവിടെ നേരെ ഞങ്ങൾ പോയത് വിവിയുടെ വീട്ടിലേക്കാണ്. ബട്ട് ഫോർ സം റീസൺസ് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഞങ്ങളുടെ സർപ്രൈസ് വർക്കൗട്ടായില്ല. വീട്ടുകാർ ഓൾറെഡി അറിഞ്ഞു സംഭവം. അവരറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ വിഷമമാണ് ഞങ്ങളുടെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കണത്. ഒരു 3 ദിവസത്തെ ഞങ്ങളുടെ പ്ലാനിങ്ങും 2.5 വർഷത്തെ അവൻ്റെ പ്ലാനിങ്ങുമാണ് ഇരുന്നത്. പിന്നെ വിവി വന്നു. വിവി ഓൾറെഡി തിരുനാവായ പോയിക്കായിരുന്നു. അപ്പോൾ അവൻ വന്ന് അവനെയും പിക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി നേരെ രാഹുലിൻ്റെ വീട്ടിൽ പോയി. ആക്ച്വലി നമ്മുടെ സർപ്രൈസ് കൊള്ളായെങ്കിലും അവൻ്റെ അമ്മ അവനെ കണ്ടപ്പോൾ ഒരു സന്തോഷവും അവരുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. ആക്ച്വലി ഇത് നേരത്തെ അറിഞ്ഞുകൊണ്ട് അമ്മ അവിടെ ചെറിയൊരു സദ്യ, സാമ്പാർ, ഉപ്പേരിക്കറിയൊക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ മീറ്റ് ചെയ്ത് ഞങ്ങളും ഹാപ്പി, അവരും ഹാപ്പി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ശക്തിയിൽ തേച്ച് വരച്ച് കഴിക്കണ അല്ല തിരുമ്പി കൊടുക്കണ. ഇതിനൊരു നാക്കുണ്ട്. നാളെ കാലുമ ഇരുമ്പിടരുത്.